പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഏറെ നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് ഗുൽസാർ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. ഒരു 1-1.5 വർഷത്തോളമായി ഓൺലൈനിലൂടെ നാം പരസ്പരം ഉറുദുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനുശേഷം കഴിഞ്ഞ നവംബറോടുകൂടി ഒരുപാട് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിൽ നേരിട്ട് ക്ലാസ്സുകൾ ലഭിച്ച് ഈ വർഷം 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികൾ ഒരുപക്ഷെ ആദ്യമായി ഉറുദു പരീക്ഷ എഴുതാൻ പോവുകയാണ്. നാളെ ഉറുദു പരീക്ഷ തുടങ്ങാനിരിക്കെ എങ്ങനെയാണ് ഉറുദുവിലെ ചോദ്യങ്ങൾ വരാറുള്ളത്, ചോദ്യമാതൃകകൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. 5ാം ക്ലാസ്സിലെ മുൻ വർഷങ്ങളിൽ വന്ന ഒരു ചോദ്യപേപ്പറിൻ്റെ രീതി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ മുൻ വർഷങ്ങളിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പരീക്ഷ എഴുതാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും സാധിക്കും. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഗുൽസാറിൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നാളെ പരീക്ഷയ്ക്കൊരുങ്ങുന്ന 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ചോദ്യപേപ്പർ വിശകലനത്തിലേക്ക് പ്രവേശിക്കാം. 5ാം ക്ലാസ്സിലെ മുൻവർഷത്തെ ചോദ്യപേപ്പറാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ചോദ്യപേപ്പറിന് മുകളിൽ നെയിം, ക്ലാസ്, ഡിവിഷൻ, നമ്പർ എന്നീ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ശരിയായ പേര്, ക്ലാസ്, ഡിവിഷൻ, നമ്പർ എന്നിവ പരീക്ഷയുടെ തുടക്കത്തിൽ തന്നെ എഴുതാൻ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ 5ാം ക്ലാസ്സിന് അവരുടെ ചോദ്യപേപ്പറിൽ തന്നെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. 6, 7 എന്നീ ക്ലാസ്സിലെ കുട്ടികൾ അതിനായുള്ള പ്രത്യേക ഉത്തരപേപ്പറിൽ തന്നെ ഉത്തരങ്ങൾ എഴുതണം. പൊതുവായുള്ള നിർദ്ദേശങ്ങൾ: 2 മണിക്കൂർ സമയത്തിലെ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കേണ്ടതാണ്. ആദ്യത്തെ 15 മിനിറ്റ് സമയം ചോദ്യപേപ്പറിലെ 1ാമത്തെ പ്രവർത്തനം മുതൽ അവസാനത്തെ പ്രവർത്തനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഉത്തരമെഴുതുക. തന്നിരിക്കുന്ന 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരമെഴുതുക. 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതുക. 4ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതിയിരിക്കണം. ഇത് ഈ ചോദ്യപേപ്പറിലെ 4ാമത്തെയാണ്. ചോദ്യപേപ്പർ മാറുന്നതിനനുസരിച്ച് 4ാമത്തെ പ്രവർത്തനം എന്നുള്ളത് 1ാമത്തെ പ്രവർത്തനമെന്നോ 2ാമത്തെ പ്രവർത്തനം എന്നോ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 1ാമത്തെ പ്രവർത്തനം സർഗർമി 1, ഇതിൻ്റെ ഒരു നരേഷൻ പാർട്ട് നോക്കാം. സാനിയ കെ അബ്ബാജാൻ ബാസാർ സെ एक खूबसूरत और रंग बिरंगी छतरी लाए, ये देखकर സാനിയ ഖുഷ് ഹുയി. സാനിയയുടെ പിതാവ്, സാനിയയുടെ അച്ഛൻ ബാസാറിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന് ഏക ഖൂബ്സൂറത്ത് മനോഹരമായ രംഗ് ബിരങ്കി പല നിറത്തിലുള്ള ഛത്തരി കൊണ്ടുവന്നു. ഛത്തരി എന്ന് പറഞ്ഞാൽ കുട കൊണ്ടുവന്നു. യേ ദേഖ് കർ സാനിയ ഖുഷ് ഹുയി, ഇത് കണ്ടപ്പോൾ സാനിയക്ക് സന്തോഷമായി. ഇത്തരത്തിലുള്ള ഒരു നരേഷൻ പാർട്ട് പ്രവർത്തനങ്ങളുടെ മുകളിൽ ലഭ്യമാണ്. പ്രവർത്തനങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു നരേഷൻ പാർട്ടുണ്ട്. നരേഷൻ പാർട്ട് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിന് ശേഷമുള്ള ചോദ്യങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഛത്തരിയെക്കുറിച്ചാണ്. അപ്പോൾ ഇതിലുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ ഛത്തരിയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിന്
രംഗ് ഭരിയെ നിറം കൊടുക്കുക. വളരെ എളുപ്പമാണല്ലോ. രംഗ് ഭരിയെ ഛത്തരി കെ ബാരെ മേ 4 അൽഫാസ് ലിഖിയെ. 4 പദങ്ങൾ എഴുതുക. ഛത്തരിയെക്കുറിച്ച് 4 പദങ്ങൾ. ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്, രംഗ് ബിരങ്കി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഖൂബ്സൂറത്ത് എന്ന് എഴുതാം അല്ലേ. ഖൂബ്സൂറത്ത്, ബാരിഷ്, ഇത്തരത്തിലുള്ള 2-3-4 പദങ്ങൾ എഴുതുക. അവയുടെ സഹായത്തോടു കൂടി സെൻറ്റൻസ് എഴുതുക. ഏ രംഗ് ബിരങ്കി ഛത്തരി ഹെ. അതുപോലെ തന്നെ ഏ ഖൂബ്സൂറത്ത് ഛത്തരി ഹെ, യേ സാനിയ കി ഛത്തരി ഹെ, യേ നയി ഛത്തരി ഹെ. ഛത്തരിയെക്കുറിച്ച് നമ്മളൊരു പാഠം തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൃത്യമായി നമ്മളെല്ലാവരും ഒരു പാഠം ഛത്തരിയെക്കുറിച്ച് രംഗ് ബിരങ്കി ഛത്തരി എന്ന ആ പാഠത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി സർഗർമി ദോ, രണ്ടാമത്തെ പ്രവർത്തനം. സാനിയ और സോന സ്കൂൾ ജാ രഹി ഥി. സാനിയയും സോനയും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാസ്താമ ഏക്ക് പേട് താ. വഴിയിലൊരു പേടുണ്ടായിരുന്നു, മരം ഉണ്ടായിരുന്നു. പേട് പർ ബഹുത്ത് പരിന്ദേ തെ. മരത്തിന് മുകളിൽ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലെ ഏ ചോദ്യം. ബച്ചോ ആപ്കെ പസന്ദീദ ദോ പരിന്തോ കെ നാം ലിഖിയെ. 2 പരിന്തോ കെ നാം ലിഖിയെ. 2 പക്ഷികളെ പേരെഴുതുക. ഇതാണ് ഏ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മോറ്, തോത്ത, കോയൽ, മുർഗ, മുർഗി അല്ലേ, കബൂത്തർ, ചിടിയ, ഇങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും 2 പക്ഷികളുടെ പേരെഴുതുക. തീർന്നില്ല. ബി ചോദ്യത്തിന് കൂടി ഉത്തരം എഴുതുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ മാർക്ക് ലഭിക്കുക. ഇവിടെ താഴെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങൾക്ക് താഴെ ബ്രാക്കറ്റിൽ ശബ്ദങ്ങളുണ്ട്. ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞ് സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനമാണ് ഇതിലെ ബി പ്രവർത്തനം. ശബ്ദങ്ങൾ എന്തൊക്കെയാണ്? കായേ കായേ. രണ്ടാമത്തത് കക്കഡോം കോം കക്കഡോം കോം. മൂന്നാമത്തത് ടീ ടീ. നാലാമത്തത് ഊട്ടറോം ഊട്ടറോം. ഇത്തരം 4 ആവാസാണ്, ശബ്ദമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെൻറ്റൻസ് ഉണ്ടാക്കണം. തോത്ത ടീ ടീ കർത്താ ഹെ. ഇനി ബ്രാക്കറ്റ് ടീ ടീ എന്നത് ശബ്ദമാണ്, തോത്ത പക്ഷിയാണ്. അപ്പോൾ പക്ഷിയുടെ പേര് ആദ്യം എഴുതണം, പിന്നെ ശബ്ദം എഴുതണം, പിന്നെ കർത്താ ഹെ കർത്തി ഹെ എന്നുള്ളത് എഴുതണം. കൗവ കായേ കായേ കർത്താ ഹെ അല്ലേ. കൗവ കായേ കായേ കർത്താ ഹെ. കബൂത്തർ ഊട്ടറൂം ഊട്ടറൂം കർത്താ ഹെ. ഇതുപോലെ സെൻറ്റൻസുകൾ എഴുതാനുള്ള വളരെ എളുപ്പത്തിലുള്ള പ്രവർത്തനം. ഈ 2 എയും ബിയും ചേർന്നാൽ ഫുൾ മാർക്ക്. സർഗർമി 3, മൂന്നാമത്തെ പ്രവർത്തനം. സാനിയ और സോന സ്കൂൾ പഹുഞ്ചി. 2 പേരും സ്കൂളിലെത്തി. ടീച്ചർ ക്ലാസ് മേ ഏക് നസം സുനായെ. ഒരു പാട്ട് കേൾപ്പിച്ചു. ये हिंदुस्तान है हमारा वतन, हमारा वतन सबसे प्यारा वतन, मोहब्बत है अपने वतन से हमें, मोहब्बत है अपने चमन से हमें. ഈ പാട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ പാട്ടിലെ ഹം ആവാസ് അൽഫാസ് നമ്മൾ കുറേ പഠിച്ചതാണ് അല്ലേ. ഹം ആവാസ് അൽഫാസ് എഴുതാനാണ് ഏ പ്രവർത്തനം. വത്തന് ചമന്, വത്തൻ ചമൻ. അതുപോലെ വേറെ ഏതൊക്കെ എഴുതാൻ പറ്റും? ഹമാര പ്യാര അല്ലേ. ഹമാര പ്യാര ഹം ആവാസാണ്. അതുപോലെ തന്നെ താജ് രാജ് അല്ലേ. താജ് രാജ് ഇത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ്. സിമ്പിളായ ഒരു പ്രവർത്തനമാണ്. ഇതുപോലെ വേറെ ഏത് പദ്യമാവാം, വേറെ ഏത് പദ്യം തന്നിട്ട് ഹം ആവാസ് അൽഫാസ് എഴുതാനുള്ള പ്രവർത്തനം വരാം. അടുത്ത് നോക്കൂ, ഇന്ത്യയെക്കുറിച്ച് ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? താജ്മഹൽ ഹിന്ദുസ്ഥാൻ മേ ഹേ. അതുപോലെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലോറ പഠിച്ചിട്ടുണ്ട്, അജന്ത പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പഠിച്ചത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതുപോലെ എഴുതാൻ പറ്റൂലേ? താജ്മഹൽ ഹിന്ദുസ്ഥാൻ മേ ഹേ. അപ്പോൾ അതുപോലെ എല്ലോറ ഹിന്ദുസ്ഥാൻ മേ ഹേ, അജന്ത ഹിന്ദുസ്ഥാൻ മേ ഹേ അല്ലേ. ഹിന്ദുസ്ഥാൻ ഹമാരാ വത്തൻ ഹേ, ഹിന്ദുസ്ഥാൻ പ്യാരാ വത്തൻ ഹേ അല്ലേ.
ഈ രീതിയിൽ നമ്മൾ പഠിച്ച പാഠവുമായി ബന്ധപ്പെട്ട് പദ്യവുമായി ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാനെക്കുറിച്ച് എഴുതാനാണ് ഇതിലുള്ള മറ്റൊരു പ്രവർത്തനം. ഓക്കെ. സർഗർമി 4 പ്രവർത്തനം 4 നാലാമത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതാനുള്ള പ്രവർത്തനം. ബാദ്മേ ടീച്ചർ ക്ലഹാനി സുനാനെ ലഗി. ഒരു കഥയാണ് കേട്ടോ, വളരെ പെട്ടെന്ന് പറയാം. ജോസഫ് ഏക്ക് അച്ഛാ കിസാൻ ത. ജോസഫ് നല്ല ഒരു കർഷകനായിരുന്നു. ഏക് ദിൻ വോ ബാഗമേ ആംക പൗദ ലഗാ രഹാ ത. ഒരു ദിവസം അദ്ദേഹം ബാഗിൽ തോട്ടത്തിൽ ഒരു മാവ് നടുകയായിരുന്നു. ഇതിനമേ ഏക്ക് ചോട്ടി ലടുക്കി ജോസഫ് കെ പാസ്സായി. ഈ സമയം ഒരു ചെറിയ പെൺകുട്ടി ജോസഫിൻ്റെ അടുത്ത് വന്നിട്ട് പൂച്ചിനെ ലഗി ചോദിച്ചു, ചാച്ചാ ജാൻ ആപ്പ് ക്യാ കർ രഹേ ഹൈ. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചാച്ചാ ജാനോട് ചോദിച്ചു. അപ്പോൾ ജോസഫിനെ കഹ, ജോസഫ് പറഞ്ഞു, മേ ആപ്പ് ലോഗോं കെ ലിയേ പൗദ ലഗാ രഹാ ഹും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെടി നടുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതൊരു ചെറിയൊരു കഥയുടെ ഭാഗമാണ്. ഇതുപോലെ നമ്മൾ പഠിച്ചതോ നമ്മൾ കേട്ടതോ കേൾക്കാത്തതോ ആയ ചെറിയ കഥകളുടെ ഭാഗങ്ങൾ നൽകിയിട്ട് നീച്ചെ ദിയേ സവാലോं के ജവാബ് ലിഖിയെ. താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? എ. ജോസഫ് കോൻ ഥ. ജോസഫ് കോൻ ഥ ബ്രാക്കറ്റിൽ കിസാൻ, വക്കീൽ, ഉസ്താദ്. അപ്പോൾ ഇതിലാരാണ് ജോസഫ്? ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞു, ആരാണ്? കിസാനാണ് അല്ലേ. കിസാൻ എന്നെഴുതുക. ഇത് 5ാം ക്ലാസ് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ബ്രാക്കറ്റുള്ള ചോദ്യങ്ങൾ വരുന്നത്. സാധാരണഗതിയിൽ ഉത്തരം പാരഗ്രാഫ് നോക്കിയിട്ട് കഹാനി നോക്കിയിട്ട് എഴുതാനാണ് വരിക. രണ്ടാമത്തെ ബി. ഇതിലെ ബി. ജോസഫ് കോൻസ പൗദ ലഗാ രഹാത്ത. ആംക, ഇംലിക്ക, നാരിയൽക്ക. അപ്പോൾ ആ പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ, കഥ നോക്കുകയാണെങ്കിൽ ആംക എന്നുള്ളത് കാണും. ഇംലിക്ക എന്ന് തിരഞ്ഞാലും നാരിയൽക്ക എന്ന് തിരഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഉത്തരം ആംക എന്നതാണ്. മൂന്നാമത്തെ ജോസഫ് കെ പാസ് കോനായി സൽമ ലഡ്കി സസ്ലി. ലഡ്കിയാണ് അല്ലേ. ജോസഫിനെ ലഡ്കി സെ ക്യാ കഹ. ജോസഫ് എന്താണ് ലഡ്കിയോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ പാരഗ്രാഫിൽ ഇൻവേർട്ടർ കോമയിലുണ്ട്. മേം ആപ് കെ ലിയേ പൗദ ലഗാ രഹാഹും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആ ഒരു ഇൻവേർട്ടർ കോമയിൽ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. സർഗർമി 5 അഞ്ചാമത്തെ പ്രവർത്തനം. അഞ്ചാമത്തെ പ്രവർത്തനം എന്താ? സാനിയ और സോന ഖാന ഖാക്കർ ബാഗ് മേ ഗയെ. രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ട് ബാഗിലേക്ക് പോയി. ബാഗിൽ ഒരു നല്ല ഖൂബ്സൂറത്ത് ഗുലാബ് തേക്കാം. നല്ല ഖൂബ്സൂറത്തായ ഒരു പൂമ്പാറ്റയെ അല്ല ഗുലാബിനെ കണ്ടു. ഗുലാബ് പറഞ്ഞാൽ എന്താ? ഗുലാബ് റോസ് പൂവിനെ കണ്ട്. സാനിയ ഉസ്കെ പാസ് ഗയി. സാനിയ അതിൻ്റെ അടുത്ത് പോയി. ഉസ്കോ ദേഖ് കർ ഗുലാബ് കഹനെ ലഗ ആദാബ് സാനിയ. അപ്പോൾ സാനിയ എന്താ പറയുക? ആദാബ് പറയണം. ആപ്പ് കൈസേ ഹൈ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ സാനിയ പറയണം മേൻ ടീക്ക് ഹൂം. ഇത്തരത്തിൽ ഒരു ചോദ്യം ഒരു ഉത്തരം എഴുതുക. സർഗർമി 6 പ്രവർത്തനം 6 എന്താണ്? സാനിയ और സോന മൈതാൻ മേ ദോസ്തോ കെ സാത്ത് ആങ്ക് മച്ചോലി ഖേൽനെ ലഗെ. സാനിയയും സോനയും ഗ്രൗണ്ടിലെ മൈതാനത്ത് കൂട്ടുകാരോടൊപ്പം കണ്ണൊത്തികളി കളിക്കേന്. ബച്ചോ ആപ് കോൻ കോൻ സെ ഖേൽ ഖേൽത്തെ ഹെ. നിങ്ങൾക്കറിയാവുന്ന 2 കളിയുടെ പേരേതാ? ആയിവ എന്താണ്? ക്രിക്കറ്റ്, ഫുട്ബോള്, ഷട്ടില്, ഹാക്കി അല്ലേ. ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 കളിൻ്റെ പേരേതാ? രണ്ടാമത്തത് ബി. ഏക്ക് ഖേൽ കെ ബാരമേ 3 ജുംലെ ലിഖിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് 2-3 സെൻറ്റൻസ് എഴുതുക. 3 സെൻറ്റൻസ് എഴുതുക. ഒരു സെൻറ്റൻസിൽ അവിടെ തന്നെ ഉണ്ട് ഡാഷ് മേര പസന്തീത ഖേൽ ഹെ. അപ്പോൾ ഡാഷിലോടുത്ത് ഏതെങ്കിലും ഒരു കളിൻ്റെ പേര് എഴുതുക. ക്രിക്കറ്റിനോ ഫുട്ബോളിനോ അങ്ങനെ ഇഷ്ടമുള്ള ഒരു കളിയുടെ പേര് ആ ഡാഷിലോടുത്ത് എഴുതുക. ഫുട്ബോൾ മേര പസന്തീത ഖേൽ ഹെ. फुटबॉल एक अच्छा खेल है. बच्चे फुटबॉल खेलते हैं. बच्चे फुटबॉल खेलते हैं. बच्चे मैदान में फुटबॉൾ खेलते हैं. അല്ലേ. ഇതുപോലെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് ചെറിയ ചെറിയ സെൻറ്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്.
പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യപേപ്പറുകൾ, മുൻവർഷങ്ങളിൽ വന്ന ചോദ്യപേപ്പറുകൾ, 5, 6, 7 എന്നീ ക്ലാസ്സുകളിൽ വന്ന ചോദ്യപേപ്പറുകൾ, പാദവാർഷികത്തിനും അർദ്ധവാർഷികത്തിനും വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറുകൾ പരിചയപ്പെടാൻ നിങ്ങൾക്കേറെ താല്പര്യമുണ്ടാകും. അത് പരിചയപ്പെടുത്തുന്ന ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ ഒരു ബ്ലോഗിൽ പ്രവേശിച്ച് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. www.gulzarurduclub.blogspot.com എന്ന ബ്ലോഗിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻവർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാനും കൂടുതൽ പരിശീലിക്കാനും സാധിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ശുക്രിയ. ഖുദാ ഹഫീസ്.